ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് എല്ലാ എന്താ പറയുക, എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ. അത് നോർമലി എല്ലാവരും എടുക്കുന്ന ടൈപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഇതായിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ക്രിപ്റ്റോയിലാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി വൈസിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഓരോ എൻട്രീസും നമ്മൾ എടുക്കുന്നത്. ഫോറക്സിലും കമ്മ്യൂണിറ്റിയിലും നമുക്ക് ലോട്ട് സൈസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സിക്യൂഷൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്കത് എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഒന്ന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഫോറക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ട്രേഡ് എടുക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡിന് എന്തായാലും അവർക്ക് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പോ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈസി ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്രിപ്റ്റോൻ്റെ കേസ് നോക്കാം. ക്രിപ്റ്റോയിൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പൊസിഷൻ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ടൂൾ തരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ടൂൾ ബാറിൽ പ്രൊജക്ഷനിൽ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ലോങ് പൊസിഷൻ, ഷോർട്ടും. ഓക്കെ, ഇതെടുത്ത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ എടുക്കുന്ന ട്രേഡ് എല്ലാവർക്കും അറിയുന്നതാണ് എൻട്രി, ടി പി, എസ് എൽ. ഷോർട്ടിലാകുമ്പോൾ എൻട്രി, എസ് എൽ, ടി പി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈസ് ആഡ് ചെയ്യാൻ പറ്റും. എൻ്റെ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് $1000 ആണ്. ഓക്കെ, ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1% ആണ്. എൻ്റെ ഓരോ ട്രേഡിലും ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1% ആണ്. ഓക്കെ, ദെൻ എൻട്രി പ്രൈസ്, ദെൻ പ്രോഫിറ്റ് പ്രൈസ്, ദെൻ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ എൻട്രി എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഒരു കാര്യമാണ് കുറവ് വരുന്നത്, അല്ലേ? ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിസ്ക് റിവാർഡിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലാകണ്ട. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ബൈനാൻസിലോ അല്ലെങ്കിൽ അതർ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലോ നിങ്ങൾ ട്രേഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ പ്രോഫിറ്റും എൻട്രിയും സ്റ്റോപ്പ് ലോസും എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ദെൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0.01 ആണ്. മനസ്സിലാവുണ്ടോ? ഇത് നേരെ എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് ഷോർട്ട് പൊസിഷനിലും. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പറയുമ്പോൾ എല്ലാം കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അതേപോലെ തന്നെ ഷോർട്ടിലും നമ്മുടെ അക്കൗണ്ട് സൈസ് 1000, നമ്മുടെ എൻട്രി, ദെൻ പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ക്വാണ്ടിറ്റി ഇവിടെ 0.01. നമുക്ക് എത്ര RR ആണ്? 3.28 RR ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സ്റ്റാറ്റ്സിൽ എന്ത് ചെയ്യാം, നിങ്ങളിവിടെ TP/PL അതുപോലെ തന്നെ SL/PL, അതേപോലെ തന്നെ SL എമൗണ്ടും TP എമൗണ്ടും നിങ്ങൾ ടിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന ഒരു ട്രേഡിൻ്റെ, ഇപ്പോൾ ഞാൻ ഇവിടെ $1000 ആണ് എന്ത് ചെയ്തേക്കുന്നത്, എൻ്റെ അക്കൗണ്ട് സൈസ് പറഞ്ഞത്, അല്ലേ? അതിൽ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PNL എന്ന് പറയുന്നത് -10 ആണ്. അതായത് എനിക്ക് സ്റ്റോപ്പ് ലൂസ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് സൈസിൽ നിന്ന് $10 എന്ത് ചെയ്യും, അവിടെ കുറയും. $10 കുറഞ്ഞ എമൗണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. എമൗണ്ട് $990. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ TP ഹിറ്റ് ആവുന്ന സമയത്ത് എനിക്ക് PNL എന്ന് പറയുന്നത് എൻ്റെ $36.5 ആണ്. $36.5 ആണ് എൻ്റെ TP ഹിറ്റ് ആവുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. ദെൻ നമ്മുടെ ടോട്ടൽ അക്കൗണ്ട് സൈസിൽ നിന്ന് $1036 ആണ് ടോട്ടൽ എന്തുണ്ടാവുക, ക്യാപിറ്റൽ ഉണ്ടാവുക. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി എന്തുണ്ട്, ഇതിലുണ്ട്. അത് ഷോർട്ടിൽ വേണമെങ്കിലും ഉണ്ട്. കണ്ട, നിങ്ങൾ വെക്കുന്ന റിസ്കിൻ്റെ -10 വരും. ദെൻ TP അടിക്കുന്ന സമയത്ത് 32.8. അപ്പം നിങ്ങൾ TP അഡ്ജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എന്താ പറയുക, 4.74 RR ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 47.4 RR. അത് നിങ്ങളുടെ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു $5000 ആണ്. നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1.5% ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റിയും ചേഞ്ച് ആവും. മനസ്സിലായി? ഇവിടെ 0.073 ആണ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു 2% ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, 0.098. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ SLൻ്റെ എമൗണ്ട് വ്യത്യാസം വരും, ദെൻ TPയുടെ എമൗണ്ടിന് വ്യത്യാസം വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എന്തായാലും ആർക്കും അങ്ങനെ അറിയില്ല, ഈ എന്താ പറയുക, ഈ ഓപ്ഷനെ കുറിച്ചിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇത് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ആക്ച്വലി ഇതാണ് ക്രിപ്റ്റോന്റെ ഒരു പൊസിഷൻ സൈസിങ് പറഞ്ഞത്. ഇത്രയും സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് എൻട്രി ടി പിയും SL ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുക, ദെൻ ക്വാണ്ടിറ്റി ഇവിടെ നോക്കുക. ക്ലിയർ ആയില്ലേ? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ട്രേഡിംഗ് വ്യൂ ബ്രോക്കേഴ്സിനെ ഡയറക്റ്റ്ലി ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ ക്രിപ്റ്റോയിൽ ബൈനാൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ പല എക്സ്ചേഞ്ചുകളും ഇവിടെ എന്തുണ്ട്, ക്രിപ്റ്റോൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈനാൻസിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അക്കൗണ്ട് ഇവിടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അക്കൗണ്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പോട്ട് അക്കൗണ്ടും ഫ്യൂച്ചർ അക്കൗണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിൽ ഒരു ലോങ് പൊസിഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നേരെ ലിമിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ബൈനാൻസ് ലിങ്ക് ചെയ്തിട്ടില്ല. പേപ്പർ ട്രേഡിങ് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണ സമയത്ത്, ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. റീസെറ്റ് അക്കൗണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള ബാലൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ദെൻ റീസെറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എക്സ്ചേഞ്ചുകൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് വ്യൂവിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബൈനാൻസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ച് നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിൽ ഈ ഒരു ലോങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ലോങ് പൊസിഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലോങ് എൻട്രി എടുക്കാനുള്ള ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, SL സെറ്റ് ചെയ്തു, ദെൻ TP വെച്ചു. ഇവിടെ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ലിമിറ്റ് ഓർഡർ ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ട്രേഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. മനസ്സിലായി? എന്ത് ചെയ്താൽ മതി, ഇവിടെ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എന്ത് ചെയ്തോളും, ഇവിടെ എക്സിക്യൂഷൻ ആയിക്കോളും. ഓക്കെ, $10 എന്ത് വരുന്നത്, എൻ്റെ റിസ്ക് വരുന്നത്. ദെൻ എനിക്ക് $27 എൻ്റെ പ്രോഫിറ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, TP അഡ്ജസ്റ്റ് ചെയ്യാം, SL എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇതേപോലെ നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങളുടെ എക്സ്ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ബൈനാൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു TPയും SLഉം സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് എക്സിക്യൂഷൻ ചെയ്തതിന് ശേഷം TPയും SLഉം ഇവിടെ ബൈനാൻസിൽ പോയിട്ട് തന്നെ എക്സിക്യൂഷൻ, അതായത് TP SL നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിപ്റ്റോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷൻ കാൽക്കുലേഷൻ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വേറെ എന്ത് ചെയ്യേണ്ട, വെബ്സൈറ്റിൽ പോകാനോ പൊസിഷൻ കാൽക്കുലേഷൻ അടിക്കാനോ പിടിക്കാനോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി പ്രൈസ് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഫോറക്സിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഫോറക്സിൻ്റെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് MyFXBook എന്ന് പറയുന്ന പൊസിഷൻ കാൽക്കുലേറ്ററിൻ്റെ വെബ്സൈറ്റ്. അത് പല എന്താ പറയുക വെബ്സൈറ്റുകളുണ്ട്, നമുക്ക് ബേബി പിപ്സ് അങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യാറ്, നമ്മൾ EURUSDയുടെ പെയർ എന്ത് ചെയ്തെടുത്തു, നമ്മുടെ അക്കൗണ്ട് സൈസ് $5,000 ആണ്, റിസ്ക് 1% ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ വിപ്പ് വേണം. അപ്പം ഞാനിവിടെ നിന്ന് ട്രേഡ് എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ SL വെച്ചു, ദെൻ TP ഇവിടെ വെച്ചു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വിപ്പ് എന്ന് പറയുന്നത് 61.9 ആണ്. ഓക്കെ, അതെന്ത് ചെയ്തു, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് വിപ്പിൽ ഞാൻ എന്ത് ചെയ്തു, അടിച്ചു കൊടുത്തു 61.9. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, എൻ്റെ USDയിൽ എനിക്ക് $50 ആണ് എന്ത് വരുന്നത്, റിസ്ക് വരുന്നത്. എൻ്റെ സൈസിങ്, അതായത് ലോട്ട് സൈസ് എന്ന് പറയുന്നത് 0.08 ലോട്ടാണ്. മനസ്സിലായി? എങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞത്, നമ്മളെല്ലാവരും പൊസിഷൻ സൈസ് കാൽക്കുലേഷൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും ഈസി ആയിട്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്രിപ്റ്റോയിൽ നമ്മൾ എക്സിക്യൂഷൻ ചെയ്തു അല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഫോറക്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കുറച്ച് പണിയുണ്ട്. അത് ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പണി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയണം, നമുക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം, അതിൽ MT5ൻ്റെ ഓക്കെ അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഈ ഒരു ഇതിൽ നമുക്ക് എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻഡിക്കേറ്റേഴ്സ്, പല ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഇവർ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ എന്ത് ചെയ്തേക്കണം, പബ്ലിക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിൽ ലോക്ക്ഡ് ആയിട്ടുള്ളത് വേറെ ഉണ്ട്, ഓക്കെ, പ്രൈവറ്റ് ആയിട്ടുള്ളത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ
നമ്മൾ MT5 ഇതേപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയെന്നല്ല, എന്നാൽ ഞാൻ പറയുന്ന പോലെ, ഞാൻ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ കോപ്പി എടുത്തിട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഫോറക്സിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിവിടെ MT5 മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ടൂള് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ എന്താ പറയുക, കോഡിങ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി പാക്കഡ് ആയിട്ടുള്ളൊരു ടൂളാണ്. ആ ടൂള് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് എന്താ പറയുക, സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, പേര് അടിച്ചു, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു അല്ലേ. ഇവിടെ എന്താണ്, പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ടൂൾസിൻ്റെ ഫയൽസ് ആണ്. ഓക്കെ, ആ ഫയൽസ് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയലിലേക്ക് പോകാം. ഇത് പൊസിഷൻ സൈസർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഇത് നമ്മൾ സിപ്പ് ഫയലായിട്ടാണ് നമുക്ക് വരിക. അത് എന്ത് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ഓൾ കൊടുക്കുക. ഓക്കെ, എക്സ്ട്രാക്റ്റ് ഓൾ കൊടുക്കുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യും, ഒരു ഫോൾഡറായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇത് എന്ത് ചെയ്യും, നമ്മൾ അവിടെ വെച്ചു. ഓക്കെ, അതിനുശേഷം MT5 ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഡാറ്റ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫോൾഡർ എന്ത് ചെയ്തു വരും, ഓപ്പൺ ചെയ്തു വരും. അതിൽ MQL5 എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക, ദെൻ എക്സ്പേർട്ട് ഓപ്പൺ ചെയ്യുക, ദെൻ അഡ്വൈസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫയലിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊസിഷൻ സൈസർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫയലുകൾ എല്ലാതും എന്ത് ചെയ്യുക, ഇതിലേക്ക് എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ഇവിടെ നിന്ന് എടുത്തപ്പോൾ അത് മൂവ് ആണ് പോയിട്ടുള്ളത്, അപ്പോൾ ഇവിടെ നിന്ന് ഡാറ്റ പോയിട്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതിനുശേഷം ഈ എക്സ്പേർട്ട് കണ്ടില്ലേ, ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് റീഫ്രഷ് കൊടുക്കാം. ഓക്കെ, റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ ടൂള് ക്ലിക്ക് ചെയ്യുക. ടൂളിൽ മെറ്റ കോഡ്സ് ലാംഗ്വേജ് എഡിറ്റർ എടുക്കുക. ഓക്കെ, അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഡയറക്ഷൻ തന്നെ എക്സ്പേർട്ടിൽ അഡ്വൈസറിൽ ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ ഉണ്ടാവും. അതിൽ പൊസിഷൻ സൈസർ MQ5 എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഇവിടെ കമ്പൈൽ കൊടുക്കുക. ഇത് കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂളിൻ്റെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന MT5 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നമുക്ക് അടിയിൽ കാണാം, ജനറേറ്റിംഗ് കോഡ് 95%. ഇത് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എറേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. കണ്ട, ഓക്കെ, ഇവിടെ എന്താണ്, 0 എററാണ്, 0 വാർണിങ്സ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് ടോട്ടലി ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ എക്സ്പെർട്ട് അഡ്വൈസർ ഉണ്ടല്ലോ, അതിൽ ഒന്നും കൂടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ആരോ ഉണ്ടല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ അഡ്വൈസറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഉണ്ടോ നമ്മുടെ പൊസിഷൻ സൈസർ എന്ന് പറയുന്ന നമ്മുടെ ടൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ MT5 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇവിടെ ആൽഗോ ട്രേഡിംഗ് കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കൺഫേം ആക്കാൻ നോക്കാം. എല്ലാ പ്രാവശ്യം നമ്മൾ MT5 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ആൽഗോ ട്രേഡിങ് അലോ ചെയ്തിരിക്കണം. ഓക്കെ, അലോ ചെയ്തിരിക്കണം, ഗ്രീൻ പ്ലേ ബട്ടൺ പോലെ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ചാർട്ട് വലുതാക്കാം. ഇതിൽ നമുക്ക് കളർ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് പോവുക, ദെൻ ഗ്രീൻ ആണെന്നുള്ളത് കളർ ഓൺ വൈറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോർമൽ ചാർട്ട് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊസിഷൻ സൈസർ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ദെൻ അലോ ആൽഗോ ട്രേഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസിഷൻ സൈസർ. ക്ലിയർ ആണ്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യണം, ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു ഷോർട്ട് എൻട്രി എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ സ്റ്റോപ്പ് ലോസ് ഇവിടെ TP ഇവിടെ ഒരു 2.5 RR എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, എൻട്രി പ്രൈസ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു. ദെൻ നേരെ MT5 എടുക്കുക. അതിൽ ഇവിടെ എൻട്രി കണ്ട, ഷോർട്ട് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഷോർട്ട് എൻട്രി, ലോങ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലോങ് എൻട്രി. ഓക്കെ, അതേപോലെ തന്നെ ഇൻസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എക്സിക്യൂഷനാണ്. ഇൻസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എക്സിക്യൂഷനാണ്, ഡയറക്റ്റ് പ്രൈസ് മേടിക്കുക എന്നുള്ളതാണ്. ദെൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പെൻഡിങ് ഉണ്ടാവും. ദെൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പെൻഡിങ് ഓർഡർ, അതായത് നമ്മുടെ ലിമിറ്റ് ഓർഡർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേസ്റ്റ് ചെയ്യാം. ദെൻ അഗെയിൻ ട്രേഡിംഗ് വ്യൂ, നമ്മുടെ പ്രോഫിറ്റ് ലെവൽ, ഓക്കെ, എന്ത് ചെയ്തു, കോപ്പി എടുത്തു. ദെൻ നമ്മുടെ എക്സ്ചേഞ്ച് MT5 എന്ത് ചെയ്തു, പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കണ്ട TP, ഇതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് നേരെ പേസ്റ്റ് ചെയ്യാം. ദെൻ SL സ്റ്റോപ്പ് ലോസ് കോപ്പി ചെയ്തു, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം, മെയിനായിട്ട് ലോട്ട് സൈസ് അല്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് $5,000 ആണ്. അതിൽ ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 0.5% ആണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടുത്തെ റിസ്ക് എമൗണ്ട് എന്ന് പറയുന്നത് 5,000ൻ്റെ $0.5 എന്ന് പറയുമ്പോൾ $25 ആണ് എന്ത് വരുന്നത്, എൻ്റെ റിസ്ക് എമൗണ്ട് വരുന്നത്. എൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് 0.27 ലോട്ടാണ്. ഓക്കെ. ഇത്രയും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, കാൽക്കുലേറ്റ് ചെയ്തോളും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ട്രേഡിങ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അതിൽ എന്ത് ചെയ്താൽ മതി, ഈ ട്രേഡ് ക്ലിക്ക് ചെയ്താൽ എന്തായി, നമ്മുടെ ട്രേഡ് അവിടെ എക്സിക്യൂഷൻ ആയിക്കോളും. ഓക്കെ. ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ട്രേഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, ബാലൻസ് 5,000 USD. ദെൻ എൻ്റെ EUR/USD സെൽ ലിമിറ്റ്, പ്രൈസ്, SL, TP കണ്ടോ, എന്ത് ചെയ്തു, ട്രേഡ് അവിടെ ലിമിറ്റ് ഓർഡർ ആയിട്ട് വരുന്നു. ഓക്കെ. ഇനി ഇതേ ട്രേഡ് ഇതെന്ത് ചെയ്യാം, നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഇതേ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇൻസ്റ്റഡ് ആയിട്ട് കൊടുത്തു. ഷോർട്ടാണ്, ഓൾറെഡി TPയും SL ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്, റിസ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ട്രേഡിങ്ങിൽ പോയിട്ട് നേരെ ട്രേഡ് ക്ലിക്ക് ചെയ്തതിന് എന്തായി, ട്രേഡ് നേരെ എക്സിക്യൂഷനായി. കണ്ടോ, 0.17 ഇത്രേ ഉള്ളൂ. ഒന്നും മനസ്സിലാവട്ടെ. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷൻ സൈസ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി അത് നിങ്ങൾക്ക് ഈ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഗോൾഡ് ഇവിടെ XAUUSD ഗോൾഡ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗോൾഡ് ഇവിടെ വന്നു. നമ്മൾ എന്ത് ചെയ്തു, ചാർട്ട് വിൻഡോ ക്ലിക്ക് ചെയ്തു. ചാർട്ടിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പോലെ തന്നെ കളർ ഓൺ വൈറ്റ്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പൊസിഷൻ സൈസർ എന്ത് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഹലോ ആൽഗോ ട്രേഡിങ് ഓക്കെ കൊടുത്തു. ഇത് ഓൾറെഡി നമ്മുടെ എന്താണ് പ്ലേ ബട്ടൺ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഗോൾഡിലൊരു ട്രേഡ് കൂടി നോക്കാം. XAUUSD ഇതാണ് ഗോൾഡിൻ്റെ ചാർട്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഷോർട്ട് എൻട്രി, ലോങ് എൻട്രി ആയാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ്, ദെൻ 2R. ഇതിൽ എന്ത് ചെയ്തു, നമ്മുടെ എൻട്രി പ്രൈസ് കോപ്പി ചെയ്തു. ദെൻ ഇവിടെ എന്ത് ചെയ്തു, പെൻഡിങ് കൊടുത്തു, ലിമിറ്റ് ഓർഡർ കൊടുത്തു. ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതിട്ടോ, നേരെ പേസ്റ്റ് ചെയ്യാം. അഗെയിൻ നമ്മുടെ SL ആണല്ലോ ഫസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കോപ്പി ചെയ്തു, നേരെ SL ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തു. ദെൻ പ്രോഫിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിക്കുന്നത് $5,000 ആയിരുന്നു. ഞാൻ നേരത്തെ ട്രേഡ് എടുത്തതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മൈനസ് വന്നിട്ടുണ്ട്. ദെൻ റിസ്കിൽ എന്ത് ചെയ്തു, 1% തന്നെയാണ് കൊടുക്കുന്നത്, അത് $50 ആണ്. അതിൽ എൻ്റെ പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് 0.02 ആണ്. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് പൊസിഷൻ കാണാൻ പറ്റും. ഇവിടെ വേണ്ട, പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അതെന്ത് ചെയ്തു, ട്രേഡ് നമ്മൾ ട്രേഡിങ്ങിൽ പോയിട്ട് ട്രേഡ് കൊടുക്കാം. എല്ലാത്തിലും, അതായത് ഗോൾഡിൽ എല്ലാത്തിലും ഈ ടൂള് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ SLഉം TPയും എന്ത് ചെയ്യും, സെറ്റ് ചെയ്തോളും. ലോഡ് സൈസും അതിനനുസരിച്ച് എടുത്തോളും. മനസ്സിലായോ? അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് വിൻഡോസിൻ്റെ ഇതിലാണ്
നമ്മൾ ചെയ്തിട്ടുള്ളത്, വിൻഡോസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി മാക്കിൻ്റെ ഓപ്ഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മാക് OS ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വിൻഡോസിൽ നമ്മുടെ ഈ പറയുന്ന പൊസിഷൻ സൈസറിൻ്റെ ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ നമുക്ക് ഇതിനോട് കൂടി ഒരുമിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ എനിക്കിത് വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ ടൂൾസിൽ പോവുക, അതിൽ മെറ്റാബോക്സ് ലാംഗ്വേജ് എഡിറ്റർ എടുക്കുക. ഓക്കെ, ഓൾറെഡി നമ്മുടെ മാക് OSലേക്കുള്ള ഫയലൊക്കെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽസും ഞാൻ എന്ത് ചെയ്യാം, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മാക് OS എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫോൾഡർ എന്നുള്ള രീതിയിലേക്ക് ആക്കിയിടാം കേട്ടോ. ഓക്കെ, ഇതിലിവിടെ ഫയൽസിൽ പോവുക, ഫയൽസിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ആദ്യം വരിക ഇതുപോലെ ആയിരിക്കും, മൈ കമ്പ്യൂട്ടർ ഡോക്യുമെൻറ്റ് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലായിരിക്കും. കാരണം അത് വിൻഡോസിൻ്റെ വ്യൂവിലാണ് വരിക. നമുക്ക് മാക് OSൽ ശരിക്കും മൈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഓക്കെ, ഡയറക്റ്റ് ഫയൽസ് ആണ് എല്ലാതും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാർട്ടീഷൻസ് കുറേ ഉണ്ടാവുമായിരിക്കും. ഇതിൽ Z എന്ന് പറയുന്ന ഫോൾഡറാണ് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത്. പലരിലും ചിലപ്പോൾ മേ ബി ലെറ്റേഴ്സിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആപ്ലിക്കേഷൻ, ബിന്ന്, കോഴ്സ്, ETC ഇതൊക്കെ എന്ത് ചെയ്യണം, കാണണം. ഓക്കെ, അതിൽ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ എൻ്റെ പേര് ശ്രീജിത്ത് അക്കാഡെന്നാണ് നമ്മുടെ പ്രൊഫൈൽ നെയിം എടുക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അലോ കൊടുക്കാനൊക്കെ വരും. അത് നിങ്ങൾ അലോ കൊടുക്കുക, കാരണം ഇത് എൻ്റെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കത് വരില്ല ഓപ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ്സിലേക്ക് പോയി. ഓക്കെ, ഇവിടെ നമ്മുടെ പൊസിഷൻ സൈസർ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരെ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതെന്ത് ചെയ്യുക, ഇത് ക്യാൻസൽ ചെയ്തോ. നമ്മളുടെ എക്സ്പേർട്ടില്ലേ, അതിൽ നമ്മൾ ഈ അഡ്വൈസറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് എന്ത് ചെയ്യുക, ഈ ഒരു ഫയലിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് എൻ്റെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ സൈസർ എന്ന് പറയുന്ന ഈ ഫോൾഡർ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഓവർ റൈറ്റ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നോ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഇത് എന്ത് ചെയ്യുക, ക്ലോസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്വൈസറിൽ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ പൊസിഷൻ സൈസറിൻ്റെ ഫോൾഡർ ഇവിടെ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഉണ്ടോ നമ്മുടെ പൊസിഷൻ സൈസർ MQ5 എന്ന് പറയുന്നത്, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ കമ്പൈൽ ഉണ്ട്, ഈ കമ്പൈൽ കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മുടെ വിൻഡോസിൽ കണ്ട അതേപോലെ തന്നെയാണ്. ഓക്കെ, സെയിം. നമുക്ക് എന്ത് ചെയ്തു, ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതാണോ പെയർ, ആ പെയർ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിലും പൊസിഷൻ സൈസർ എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലോ കൊടുക്കുക. നമുക്കിവിടെ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു പ്ലേ ബട്ടൺ ആയിരിക്കണം, ഗ്രീൻ പ്ലേ ബട്ടൺ ആയിരിക്കണം. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെയിം അതേപോലെ തന്നെയാണ് വർക്കിംഗ്. അല്ലാതെ അതേപോലെ തന്നെ നമ്മുടെ എൻട്രി, ഇൻസ്റ്റഡ്, പെൻഡിങ്, ബൈ സ്റ്റോപ്പ് ലിമിറ്റ്, സ്റ്റോപ്പ് ലോസ്, TP, ദെൻ നമ്മുടെ റിസ്ക്, അക്കൗണ്ട് സൈസ്, ലോഡ് സൈസ്. ദെൻ ട്രേഡിങ്ങിൽ നമ്മുടെ ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ട്രേഡോടെ എക്സിക്യൂഷനായി. ഇവിടെ പിപ്പ് സൈസിൽ നമുക്കിവിടെ എന്ത് ചെയ്യും, ഇത് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ സൈസറിൻ്റെ ടൂള്. അത് ഫോറക്സിലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഇവിടെ സിമ്പിൾസ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാ പെയേഴ്സിൻ്റെയും സിമ്പിൾസ് ഇവിടെ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഇതിലേക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളംസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡ് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ചേഞ്ച് ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ചേഞ്ച് കളഞ്ഞിട്ട് നേരെ സ്പ്രെഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഓരോ പെയറിലും വരുന്ന സ്പ്രെഡിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായി? അതിനനുസരിച്ച് നിങ്ങളുടെ SL TP എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു, അപ്പോൾ അത് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പലരും നമ്മുടെ എക്സ്ചേഞ്ചിൽ തന്നെ, നമ്മുടെ മൊബൈലിൽ തന്നെ എന്താ പറയുക, സൈസ്, ലോഡ് സൈസിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ട്രേഡ് എടുക്കാറുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ ഒരു കണ്ടീഷനേ ഉള്ളൂ, മെയിനായിട്ട് നമുക്കൊരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഉണ്ടായിരിക്കണം, PC ആയിരിക്കണം നമുക്ക്. മനസ്സിലായി? മൊബൈലിലുള്ളവർക്ക് നോർമലി ഇങ്ങനെയാണ് ഒരു ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തന്നെ ലോഡ് സൈസ് എടുക്കണം. അവരെ സംബന്ധിച്ച് ഒന്നും വേറെ ടിപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. ഇനിയും വരും കാലങ്ങളിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അതൊക്കെ കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ കേട്ടോ.
ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.